ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് പണിക്ക് വരുന്നത്. ഞങ്ങൾക്ക് പണിയെടുത്താൽ കൂലി കിട്ടണം. എനിക്ക് പണിയെടുത്തിട്ട് കൊണ്ട് തരാനായില്ല. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഭർത്താവ് ഭാര്യ മരിച്ചുപോയി. മണ്ണ് വാരി തിന്നാൻ കഴിയും. പിന്നെ ഞാൻ എങ്ങനെയാ ജീവിക്കുക? റേഷൻ കടയിൽ അരി മാത്രമേ കിട്ടുന്നുള്ളൂ. അതിനെന്തെങ്കിലും വേണ്ടേ? അത് മേടിക്കാൻ തന്നെ പൈസ ഇപ്പം ശരിയാക്കി തരാം ഏജനെറ്റ് പരമ്പര വന്നെത്തിയിരിക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡായ മുണ്ടിയാപറമ്പാണ്. ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇതിനെ ആ ചെറിയ സ്കൂളുകളുണ്ട് ഇപ്പൊ ശരിയായിട്ട് ഇപ്പൊ ശരിയായിട്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽപ്പെട്ട മുണ്ടിയാപറമ്പിലെ 180ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇപ്പോൾ എൻ്റെ പിറകിൽ നിൽക്കുന്നത്. അവർക്ക് ഇവിടുത്തെ ജനങ്ങളോടും അതേപോലെ തന്നെ അധികൃതരോടും ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം ശരിയാക്കി തരാം പരമ്പരയിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇവരുടെ പരാതികളാണ്. ഇപ്പോൾ ഇവർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. എന്താ വെച്ച് പറയാനുള്ളത്? പണിയെടുത്ത കൂലി കിട്ടിയിട്ടില്ല. പണിക്കൂലി 40, 50, 60 പണിയോളം പണിയുടെ അടുത്ത് കൂലി കിട്ടാനുണ്ട്. മിക്ക തൊഴിലാളികൾക്കും പൈസ കിട്ടാനുള്ളതാണ്. ഒന്നാമതായി നമുക്ക് ഈ ഫോട്ടോ എടുക്കുന്ന ഈ പരിപാടി നിർത്തലാക്കി തരണം. ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ 8:45 മുതൽ നമ്മൾ ഈ വഴിയിലോ അല്ലെ നമുക്ക് എവിടെയാണ് പണിയെടുക്കേണ്ടതെന്ന് ഒരു കിലോമീറ്ററെങ്കിലും ദൂരെ വന്നിട്ട് വേണം നമ്മൾ ഫോട്ടോ എടുക്കാൻ. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 മണിയായാലും നമ്മുടെ സൈറ്റിൽ നമുക്ക് എത്താനോ നമുക്ക് വേണ്ട രീതിയിൽ പണിയെടുക്കാനോ നമുക്ക് പറ്റുന്നില്ല. അവർ പണിയെടുത്തത് അളക്കാൻ വരുമ്പം അളവ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയില്ല. ഇങ്ങനെയാണ്. ഉച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്ന് ഫോട്ടോ എടുക്കണോ അവിടെ തന്നെ വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണം. അവിടുന്ന് നമ്മൾ ഫോട്ടോ എടുത്ത് തിരിച്ച് നമ്മൾ പണിയെടുക്കുന്ന സൈറ്റിൽ ചെല്ലുമ്പോഴത്തേനും സമയം 3 മണിയാകാനാകും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് ഈ ഫോട്ടോ എടുക്കൽ പരിപാടി നിർത്തലാക്കി തരണം. അതുപോലെ തന്നെ തൊഴിലുറപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ വേതനവും കിട്ടണം. ഈ പണി കൊണ്ട് മാത്രം ജീവിക്കുന്ന അനേകം തൊഴിലാളികളാണ് ഇതിനകത്തുള്ളത്. ഭൂരിപക്ഷം ആൾക്കാരും ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നതാണ്. കുടുംബം പോറ്റാൻ വേണ്ടി മാത്രമാണ് ഇതിനെ കഷ്ടപ്പെട്ട് വരുന്നത്. രാവിലെ 4 മണിയാകുമ്പോൾ തുടങ്ങി വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് 8:30 ആകുമ്പോഴത്തേന് സൈറ്റിൽ വന്നാൽ 5 മണി വരെ ഈ സൈറ്റിലാണ് ഞങ്ങൾ ഈ സമയം ചിലവാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലോ രാത്രി 10 മണി 11 മണിയാകാതെ നമുക്ക് കുടുംബങ്ങളിൽ കുഞ്ഞു മക്കളുണ്ട്, കുടുംബങ്ങളിൽ പ്രായമായവരുണ്ട്, എല്ലാവരെയും ഇട്ടേച്ച് നമ്മൾ പിന്നെയും 11 മണി വരെ നമ്മൾ വീണ്ടും അധ്വാനത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഞങ്ങൾക്ക് ആക്കി തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ എവിടം വരെ പോകണോ, ഞങ്ങൾ എന്ത് സമരം ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ചെയ്തിരിക്കും, ഉറപ്പ് തന്നെ. ഇപ്പൊ എത്ര ദിവസത്തെ വേതനം കിട്ടാനുണ്ട്? ഇതിപ്പോ 40 പണി മുതൽ 60 പണി, 66, 70 പണി വരെ പണിയുടെ കൂലി കിട്ടാനുണ്ട്. ഉണ്ട്. ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഭൂരിപക്ഷം കുടുംബങ്ങളും. അതുപോലെ തന്നെ കോളനി ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ അവർക്കും ഇതുപോലെ തന്നെ അവരും കുടുംബങ്ങളും കുഞ്ഞുങ്ങളും പിന്നെ പ്രായമായവരെ പ്രായമായി 85 വയസ്സ് വരെ പ്രായമുള്ളവർ ഞങ്ങളുടെ കൂടെ തൊഴിൽ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കും കൂലി കിട്ടിയിട്ടില്ല. അവർക്ക് മരുന്നായാലും കുടുംബത്തിൽ മറ്റുള്ള കാര്യത്തിനാണേലും ഇത് ചെയ്തെങ്കിലല്ലേ കിട്ടുള്ളൂ. ഇതിൻ്റെ കൂലി കിട്ടിയാലല്ലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പം അതുകൊണ്ട് ഇനി വേണ്ട നടപടി എന്താണെന്നാൽ എവിടെയാണോ എത്തിക്കേണ്ടത് അത് നിങ്ങളും കൂടി നമ്മുടെ കൂടെ നിന്ന് സഹകരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ഈ ഫോട്ടോ എടുക്കൽ പരിപാടി നിർത്തിക്കളയണം. അതിൽ 8:30 ആയപ്പം വന്നതാണ്. ഇപ്പം ഈ സമയം വരെ ഫോട്ടോ പോയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരു വലിയ പ്രശ്നം തന്നെയാണത്.
ഞാനെന്ത് പറയാനാ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മക്ക് ഈ പണിയും കിട്ടണം. എനിക്ക് പണി എടുത്തിട്ട് കൊണ്ട് തരാനായില്ല. ആങ്ങളമാരില്ല, അച്ഛനില്ല, അമ്മയില്ല. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഭർത്താവ് ഭാര്യ മരിച്ചുപോയി. എനിക്ക് പണിയെടുത്തിട്ട് കൊണ്ട് തരാനായില്ല. എനിക്ക് പുറത്തുനിന്ന് പണിയെടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഈ പണി കിട്ടിയ കൊണ്ട് എനിക്ക് കൊണം. ഇത് അധികൃതരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ശരിയാക്കി തരാൻ പരമ്പര ഇപ്പോൾ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികൃതരിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്കാ പറയാനുള്ളത്? എന്താ വെച്ചാൽ പറയാനുള്ളത്? ഞങ്ങൾക്ക് പൈസ കിട്ടണം. പണിയെടുത്താൽ പൈസ കിട്ടുന്നില്ല. ആദ്യം കുറച്ച് പൈസ കിട്ടി, പിന്നെ പൈസ കിട്ടുന്നില്ല. നമ്മൾ പണിയെടുക്കുന്നത് തന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. വീട്ടിൽ കഞ്ഞി വെക്കാനും അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനൊക്കെയാണ് നമ്മൾ പണിക്ക് വരുന്നത്. പക്ഷേ എങ്കിൽ നമ്മൾ പണിക്ക് വന്നാൽ പൈസയില്ല. എനിക്ക് 100 പണിയായി. പക്ഷേങ്കിൽ എനിക്ക് 30ഓളം പണിയുടെ പൈസ കിട്ടാനുണ്ട്. ഇവർക്കെല്ലാം 70 പണിയുടെ വരെ പൈസ കിട്ടാനുണ്ട്. പക്ഷേ 30 പണിയുടെ ആണെങ്കിൽ നമുക്ക് കിട്ടിയാൽ അതുകൊണ്ട് കാര്യങ്ങൾ ഇഷ്ടംപോലെ നടക്കാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ കിട്ടണം. അതുപോലെ തന്നെ ഈ ഫോട്ടോ എടുക്കൽ നിർത്തിയാൽ അതൊരു ഉപകാരമായിട്ട് തന്നെ ഞങ്ങൾക്ക്. കാരണം ഫോട്ടോ എടുക്കുന്ന കൃത്യ ടൈമിന് ഓടി എത്താത്തവരുണ്ട്, എത്തുന്നവരുണ്ട്. എത്താൻ വീട്ടിൽ പിള്ളേരുടെ കിടപ്പായ രോഗികളുണ്ട്. അവരെയൊക്കെ സംരക്ഷിച്ചിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് സമയങ്ങൾ കടന്നു പോകുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ പണി അന്നത്തെ ദിവസം കടന്നു പോകുന്നു. അപ്പോൾ അന്നത്തെ പണി അവർക്ക് കിട്ടിയാല. അപ്പോൾ അവർ നേരം വെളുക്കുന്നതിന് മുമ്പേ വീട്ടിലെ പണികളൊക്കെ തീർത്ത് ഓടി അലച്ച് പണി സൈറ്റിൽ വരുമ്പോൾ അവരോട് പൊക്കോ എന്ന് പറയേണ്ട ഗതികേട്ടിലോട്ട് അവർ കരഞ്ഞു പിഴിഞ്ഞ് വീട്ടോട്ട് പോകുന്ന ഗതികേട്ടിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഫോട്ടോ ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങളുടെ അളവിനുള്ള പണിയെടുത്താൽ മതി. പക്ഷേ പണിയെടുത്താലും ഇവർ അളക്കാൻ പറയുമ്പോൾ പണിയില്ല എന്നും പറഞ്ഞ് പോകുന്നതല്ലാണ്ട് ഞങ്ങൾക്ക് ഈ പണി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പണിക്കൂലി കിട്ടണം. നമുക്കൊരു 333 രൂപ കിട്ടുന്നുണ്ട്. കാര്യം ശരിയാണ്. ഈ 333 ഇരട്ടി 4 ഇരട്ടി അവർ കക്കുന്നു. അവർ കാര്യം കാണുന്നു. പക്ഷേ നമുക്ക് ആ പൈസ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പൈസ കിട്ടണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. മണ്ണിൽ പണിയെടുത്ത് അധ്വാനിച്ച് രാവിലെ 4 മണിയാകുന്നതിന് മുൻപേ വീട്ടിലെ ജോലികൾ തീർത്ത് തൊഴിലുറപ്പിന് വന്നിട്ട് ഇവർക്ക് തക്ക സമയത്ത് ഇവരുടെ വേതനം കിട്ടുന്നില്ല. ആ വിഷമമാണ് ഇവർ പറയുന്നത്. ചേച്ചി എന്താണ് പറയാനുള്ളത്? നമുക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ എടുക്കൽ ആദ്യം നിർത്തലാക്കണം. പിന്നെ നമ്മുടെ സൈറ്റിൽ ഒരുപാട് എസ് ടിക്കാരുണ്ട്. അവർക്ക് പറയും പോലെ പൈസ കിട്ടാൻ ഈ ഒക്ടോബർ മാസം മുതൽ പൈസ കിട്ടുന്നില്ല. ഇപ്പം തന്നെ ഭയങ്കര പാടുപെട്ടിട്ടാണ് കയ്യാല വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലൊന്നും പൊങ്ങുന്നില്ല, ആർക്കും പറ്റുന്നില്ല എടുക്കാൻ. പിന്നെ വെയിൽ, അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു മാർഗമാക്കി തരണം. പൈസ ചോദിക്കുമ്പോൾ എന്താ പറയുക? പൈസ ചോദിക്കുമ്പോൾ എന്നാൽ പൈസ കിട്ടുന്നില്ല. ഈ ഒക്ടോബർ മാസം മുതൽ പൈസ കിട്ടാനുണ്ട്. എനിക്ക് 55 പണിന്റെ പൈസ കിട്ടാനുണ്ട്. 55 പണിയുടെ പൈസ കിട്ടാനുണ്ട്. വേറെ വരുമാനം ഒന്നുമില്ല. ഈ ഒരു വരുമാനവും ഇല്ല. ഈ തൊഴിൽ ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. വേറെ ഒരു വരുമാനവും ഇല്ല. ഇവരുടെ വിഷമങ്ങളാണ് പറഞ്ഞത്. എന്താണ് വെച്ചാൽ പറയാനുള്ളത്? പൈസ കിട്ടുന്നില്ല, അതാണ് NMS വേണ്ടെന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. ചേച്ചി എന്താ പറയാനുള്ളത്? ഇത് തന്നെയാണ് പറയാനുള്ള. പൈസ കിട്ടുന്നില്ല. വലിയ കല്ലെടുത്ത് വെച്ച് നേരം വെളുക്കും വരിക, വൈകുന്നേരം ആകുമ്പോൾ പോവുക. കല്ലെടുത്ത് വെച്ച് എനിക്ക് പൈസ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഫോട്ടോ എടുക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. പിന്നെ നമുക്ക് ഇതിന് മുന്നോട്ടിറങ്ങും നമ്മൾ എന്ത് കാര്യത്തിന്. അമ്മച്ചി എന്താ പറയാനുള്ളത്? ഇത് തന്നെ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അമ്മച്ചിക്ക് എത്ര ദിവസത്തെ കിട്ടാറുണ്ട്? എനിക്ക് 30 പണിയുടെ. 30 പണിയുടെ. അമ്മച്ചിക്കോ? എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല. ഏകദേശം എത്ര പണി എടുത്തിട്ടുണ്ടാവും? ഒരു 87 പണി ആയി. 87 പണിയായി. നമ്മക്ക് തൊഴിലുറപ്പ് പോകുന്ന ഒരു പൈസ നമ്മക്ക് കിട്ടുന്നില്ല. ഇത്രയും ദിവസമായി നമ്മക്ക് കിട്ടാണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പണിക്ക് വരുന്നു, ഫോട്ടോ എടുത്താൽ ഫോട്ടോ കിട്ടൂല. പിന്നെ എന്ത് ചെയ്യാൻ? എന്താണ് അധികൃതരോട് പറയാനുള്ളത്? എനിക്ക് അതേ പറയാനുള്ളൂ. നമ്മളെ പൈസ കിട്ടണം, നമ്മക്ക് തൊഴിലുറപ്പും കിട്ടണം. അമ്മച്ചിക്ക് ഇപ്പൊ 80 പണിയുടെ പൈസ കിട്ടാനുണ്ട്. അപ്പൊ ഇവരുടെ വിഷമമാണ് പറയുന്നത്. ഇതിനകത്ത് ഒരു ചേട്ടൻ കൂടി ഉണ്ട്. ചേട്ടൻ എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ ഫോട്ടോ എടുക്കാൻ നിർത്തുക. കൃത്യസമയത്ത് ഞങ്ങൾ പണിക്കിറക്കുന്നുണ്ട്. ഈ പണിയെടുത്തിട്ടും ഇത്രയും രാവിലെ മുതൽ വന്നിട്ട് പണിയെടുത്തിട്ടും ഒരു പൈസ അവർ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പൈസ ചോദിക്കുമ്പോൾ ആക്കാൻ തരാമെന്ന് പറയും. ഇങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഞങ്ങളുടെ വിഷമത്തിന് വേണ്ടി ഞങ്ങൾ വന്ന് പണിയെടുക്കുന്ന ബുദ്ധിമുട്ടാകുന്നു. മരുന്ന് വാങ്ങാൻ വരെ പൈസയില്ല. പെൻഷൻ പൈസ 6 മാസമായി കിട്ടാൻ തുടങ്ങിയിട്ട് അത് ഫ്രണ്ടിങ്ങായി. കടം മേടിച്ച് മുടിഞ്ഞു. ഒരു പീടിയെ പോയി ചോദിച്ചാൽ ഒരു പൈസ കിട്ടാനില്ല, ഒരു സാധനം കിട്ടൂല. ഈ പണിയെടുത്തിട്ട് നിനക്ക് പണിയില്ലേ, പൈസ കൊണ്ടുപോവാ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടുമോ? വീട്ടിൽ നിന്ന് ഒരു ആദായമില്ല. കരികിൽ പെറുക്കി കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടൂല. പറമ്പിൽ എന്തെങ്കിലും വേണ്ടേ, മണ്ണ് കോരി കൊണ്ട് കൊടുത്താൽ പീടിയെ പൈസ കിട്ടൂല. കൂലിപ്പണി എടുക്കാന്ന് ചോദിച്ചാൽ കൂലിപ്പണി എടുത്താൽ പൈസ കിട്ടൂല. എന്തെടുത്താൽ സാറേ ജീവിക്കുക? ഇപ്പോൾ മണ്ണ് വാരി തിന്നാൻ കഴിയുക?
അതൊരിക്കലും ഇല്ല. ഏട്ടന് ഇപ്പൊ എത്ര പണിയുടെ പൈസ കിട്ടാനുണ്ട്? എനിക്ക് 30 പണിയുടെ വേലയുണ്ട്. 30 മണിക്കൂർ കിട്ടാനുണ്ട്. കിട്ടാനുണ്ട്. എന്താണ് അധികൃതരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് പണിക്കൂലി കിട്ടണം, ഞങ്ങൾക്ക് പണിയും വേണം. ഈ ഫോട്ടോ എടുക്കാൻ ആദ്യം നിർത്തുക. രാവിലെ മുതൽ വന്നു കഴിഞ്ഞാൽ വെറുതെ മെനക്കെട്ട് നിൽക്കുക എന്നല്ലാണ്ട് ഈ പറയുന്ന പോലെ 4 മണിക്ക് അടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം പൊതി കിട്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവരെ പറയുന്ന സ്ഥലത്ത് പോയി നാട്ടിൽ പണിയെടുത്ത് 5 മണി വരെ അവിടെ ഇരുന്നിട്ട് ചിലപ്പോൾ കടുവയ്ക്കുള്ള സ്ഥലമായിരിക്കും, ചിലപ്പോൾ കുറുക്കൻ ഉണ്ടാവും. ഇത് നരിയും കുറുക്കനും ഇതെല്ലാം പേടിച്ചിട്ട് പണിയെടുക്കുന്ന സ്ഥലത്ത് പോയി ക്യാമ്പ് ചെയ്തിട്ട് 5 മണിയാകുമ്പോൾ വീട്ടിൽ വരുമ്പോൾ 6-6:30 ആകും വീട്ടിൽ വരുമ്പോൾ. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി പിന്നെ രാവിലത്തേക്ക് രാത്രി 10-11 മണിയാകും കിടക്കുമ്പോൾ. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പിന്നെ ഇവർ പറഞ്ഞ ലാൻഡിൽ പോകണം. ഈ ഫോട്ടോ എടുക്കാണ്ട് ഇവർക്ക് പണി നടക്കില്ല. ലാൻഡിൽ ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ അവിടെ സ്വീകരിക്കുന്നുമില്ല. പിന്നെ ഞങ്ങളെന്താ ചെയ്യുക? ഞങ്ങൾക്ക് ഒന്നുകിൽ പണം കിട്ടണം, പൈസ പണിയും വേണം. ഇവർക്ക് തൊഴിലും വേണം, അതേപോലെ തന്നെ തൊഴിലെടുക്കുന്നതിന് കറക്റ്റായിട്ടുള്ള വേതനം ഇവർക്ക് കിട്ടുകയും വേണം. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം. പുറത്ത് വേറെ പണിയൊന്നുമില്ല, ഞമ്മക്ക് ഇല്ല, വേറെ വരുമാനമൊന്നുമില്ല വീട്ടില്. ഇല്ല, ഒന്നുമില്ല. കൊണ്ടുപോയിട്ട് വേണം. ഫോട്ടോ എടുക്കൽ നിർത്തണം. ഞങ്ങളെ ഫോട്ടോ ഒന്നും അങ്ങനെ പോകുന്നില്ല. നമുക്ക് പണിക്കൂലി കിട്ടണം. നമുക്ക് അത്രേ ഉള്ളൂ. അത്ര മാത്രം പറയാൻ ഞങ്ങൾ. എത്ര പൈസ കിട്ടാനുണ്ട്? എത്ര ദിവസത്തെ? 10 പണിന്റെ പൈസയുള്ളൂ കിട്ടാനും. ബാക്കിയൊക്കെ കിട്ടിയത്. പെൻഷൻ കിട്ടലുണ്ടോ? ഇല്ല, പെൻഷനും ഇല്ല. ഇനി ഈ പുകച്ചിലെടുത്ത ഈ തലയിൽ ഈ പുകച്ചിലെടുത്ത ഞാൻ പണിക്ക് വരുന്നത്. അസുഖമായിട്ട് വരുന്നു. അതെ, ഇപ്പോൾ എനിക്ക് അത് തന്നെയാ. നമുക്ക് പെൻഷൻ വരെ കിട്ടുന്നില്ല കേട്ടോ. 6 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. 6 മാസമായി പെൻഷൻ കിട്ടിയിട്ട് അതും കിട്ടുന്നില്ല. ഒട്ടും പണിയില്ലല്ലോ, നമുക്ക് പണിയെടുക്കാനാവില്ലല്ലോ. നമുക്ക് ഈ പണീൻ്റെ പൈസ മാത്രമേ ഉള്ളൂ നമുക്ക് ജീവിക്കാൻ. എനിക്ക് പണിയെടുത്തിട്ട് കൊണ്ടു തരാൻ ആരുമില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? റേഷൻ കടയിൽ അരി മാത്രമേ കിട്ടുന്നുള്ളൂ. അതിനെന്തെങ്കിലും വേണ്ടേ? അത് മേടിക്കാൻ തന്നെ പൈസ. അപ്പോൾ ഏകദേശം ഇപ്പോൾ എൻ്റെ പിറകിൽ ഏകദേശം ഒരു 10-70ഓളം തൊഴിലാളികളുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾ മുണ്ടിയാപറമ്പിൽ 13-ാം വാർഡിലെ. അപ്പോൾ അവരുടെ വിഷമമാണ് അവർ പറഞ്ഞത്. അവർ 80 തൊഴിൽ ദിനങ്ങൾ പണിയെടുത്തവരുണ്ട്, 30 തൊഴിൽ ദിനങ്ങളിൽ പണിയെടുത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് ദിവസത്തെ വേതനം ഇവർക്ക് കിട്ടാനുണ്ട്. ഇവർ ഒരുപാട് പ്രാവശ്യം ഈ അധികൃതരുടെ അടുത്ത് പോയി ചോദിച്ചു, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇവർ പോകാമെന്നല്ലാതെ ഇതുവരെ ഇവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മെമ്പർ, ഇതിന് ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. 6 മാസമായിട്ട് ഇവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ 80 ദിവസം പണിയെടുത്തിട്ട് അതിൻ്റെ കൂലി കിട്ടിയിട്ടില്ല. ഈ ഒരു അവസ്ഥ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ അധികൃതരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇവരിവിടെ പറഞ്ഞിരിക്കുന്ന അവരുടെ വേദനകളാണ്. നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ വാർഡിലുള്ളത്, അല്ലെ ഈ ഗ്രാമപഞ്ചായത്തിലും അല്ലെ ഇതിന് പുറത്തുള്ള പഞ്ചായത്തുകളിലും ഒക്കെ തൊഴിലുറപ്പിൽ ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ അന്നത്തെ അന്നം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. നല്ല കഷ്ടപ്പാടുള്ള പണിയാണ്. കാരണം നമുക്കറിയാം, ഇപ്പം വെയിലായി കഴിഞ്ഞ ഈ സമയത്ത് കയ്യാലയൊക്കെ കൊടുക്കുമ്പോൾ ആ കയ്യാല ഈ കല്ല് ഇളക്കിയെടുത്ത് കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. അങ്ങനെ അതുപോലെ കുഴികൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഈ കടുത്ത വേനലിലും കൃത്യമായിട്ടുള്ള അളവിൽ ഇവർ പണിയെടുക്കുന്നുണ്ട്. ഇവരിപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് ഈ NMMS എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ റേഞ്ച് അത്യാവശ്യം കിട്ടുന്നുണ്ടെങ്കിലും ഓരോ ദിവസം ഫോണിൽ അപ്ഡേഷൻ വരുമ്പോൾ അതിൻ്റെ റേഞ്ച് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറുമ്പോൾ ഇവർക്ക് ഫോട്ടോ എടുക്കാൻ കിട്ടുന്നില്ല. ഫോട്ടോ എടുത്ത് കൃത്യമായിട്ട് NMMS ചെയ്ത് അയച്ചില്ല എങ്കിൽ അന്നത്തെ ദിവസം ഇവർ പണിയെടുത്താൽ ഇവരുടെ കൂലി കിട്ടില്ല. അത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഘടകമായിട്ട് തന്നെ. അതുകൊണ്ടാണ് ഇവർ ഫോട്ടോ എടുക്കൽ വേണ്ട എന്ന് പറയുന്നത്. കൃത്യമായിട്ട് രാവിലെ ഇപ്പോൾ ഇവർ പറഞ്ഞാൽ 4 മണിക്ക് എണീറ്റ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി, മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കി എല്ലാം കഴിഞ്ഞിട്ട് 8 മണി 8:30 മണി സമയത്ത് സൈറ്റിലെത്തും. 9 മണി മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷേ ഈ NMMSനെ ഓർത്ത് മാത്രം ഇവർ കറക്റ്റ് 8 മണി 8:30 മണിക്ക് സൈറ്റിലെത്തുന്നു. പിന്നെ ഇത് പറഞ്ഞ പോലെ 1 കിലോമീറ്റർ അപ്പുറമൊക്കെ പോയിട്ട് വേണം ഫോട്ടോ എടുക്കണമെങ്കിൽ. ആ ഫോട്ടോ എടുത്തേച്ച് സൈറ്റിലെത്തുമ്പോഴത്തേക്ക് 9 മണി 9:30 ആകുമ്പോഴത്തേക്കും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് അവരുടെ ജോലികൾ ചെയ്യുന്നു. 5 മണി വരെയുള്ള കാര്യങ്ങൾ ചെയ്ത് വീട്ടിൽ ചെന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാമല്ലോ, പറയാതെ തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഈ 333 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ പൈസ കിട്ടാതിരിക്കുക എന്ന് പറയുമ്പം ചിന്തിക്കണം. റേഷൻ വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ആളുകളുണ്ട്, മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ആളുകളുണ്ട്. ഇപ്പോഴത്തെ ഇത് എനിക്ക് പറയാനായിട്ടുള്ളത് സർക്കാർ കണ്ണു തുറക്കണം. കാരണം ഇതുപോലുള്ള നമ്മുടെ എൻ്റെ വാർഡിലുള്ളതും അതുപോലെ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലുള്ളതും മറ്റ് പഞ്ചായത്തുകളിലെ ആളുകളെല്ലാം സമരമുറകളുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കേരള സംസ്ഥാനം ഒട്ടാകെ ഇതുപോലെയുള്ള ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. 30, 40, 50 പണിയുടെ പൈസ കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞാനൊരു അല്ലാതൊരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് കേന്ദ്ര സർക്കാർ പൈസ കൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട്. അവരുടെ വിഹിതം കേരളത്തിലേക്ക് കൊടുത്തു എന്നും സംസ്ഥാന സർക്കാർ അത് തിരിമറി നടത്തുകയാണെന്ന് പറയും. നമുക്ക് അതിൻ്റെ നിജസ്ഥിതി അറിയില്ല.
പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. കേന്ദ്ര സർക്കാർ പൈസ കൊടുത്തില്ല എന്ന് കേരള സർക്കാരും പറയുന്നു. ഇവർ പരസ്പരം അനിയൻ ബാവ ചേട്ടൻ ബാവ കളിക്കാതെ സാധാരണക്കാരായ ആളുകളുടെ കൂലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അടിയന്തര നടപടി ഉണ്ടാവണം. അടിയന്തരമായിട്ട് ഇവരുടെ വേതനം ഇവർക്ക് നൽകണം. അതോടൊപ്പം തന്നെ പെൻഷൻ നമുക്കറിയാം, 6 മാസമായി പെൻഷൻ കിട്ടാതെ അങ്ങനെ എല്ലാ മേഖല ഒരു കാരുണ്യ പെൻഷൻ കൊടുക്കുന്നില്ല. സാധാരണക്കാരായ വിധവകളുടെയോ അല്ലെങ്കിൽ വാർദ്ധക്യ പെൻഷനോ അതുകൊണ്ടൊക്കെ ജീവിക്കുന്ന ആളുകൾ, മരുന്ന് വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും കൊടുക്കാതെ നെട്ടോട്ട് ഓടുന്നൊരവസ്ഥ. അതിൻ്റെ കൂട്ടത്തിൽ ഈ തൊഴിലുറപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും കൂടെ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടിയന്തരമായിട്ട് സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഏജനറ്റ് ചാനൽ തന്നെ മുൻപിൽ നിന്ന് അതിന് വേണ്ട കാര്യങ്ങൾ സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. നമ്മൾ ഒന്നിച്ച് പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് സമരത്തിന് ഇറങ്ങാനാണ് നമ്മുടെ തീരുമാനം. വേതനം കിട്ടിയില്ലെങ്കിൽ സമരത്തിന് ഇറങ്ങാൻ തന്നെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നത്. വേതനം കിട്ടിയിട്ടില്ലെങ്കിൽ സമരത്തിന് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം. നമ്മളെ അതേപോലെ തന്നെ വേതനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ സമരത്തിന് ഇറങ്ങാൻ മുമ്പോട്ട് നിൽക്കുന്നു. എനിക്കും അതേ പറയാനുള്ളൂ. സർക്കാർ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ സമരത്തിന് ഇറങ്ങും. എനിക്കും അതന്നെ പറയാനുള്ളൂ, സമരത്തിന് ഇറങ്ങും. അത് തന്നെ ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. ഞങ്ങളെല്ലാവരും സമരത്തിന് ഇറങ്ങാനിരിക്കുക. നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമായത്. അവർ എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനും ഇറങ്ങും. വർഷത്തിൽ 365 ദിവസമാണ് ഉള്ളത്. അതിൽ 100 തൊഴിൽ ദിനമാണ് തൊഴിലുറപ്പിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ട്രൈബൽ പ്ലസ് മേഖലയിൽ 200 തൊഴിൽ ദിനമാണ് ഉള്ളത്. പക്ഷേ ഇവർ തൊഴിലെടുക്കുന്നു, ഇവർക്ക് വേതനം കിട്ടുന്നില്ല. പെൻഷൻ 6 മാസമായി കിട്ടിയിട്ട് ഒരുപാട് രോഗികൾ, ഒരുപാട് ഹോസ്പിറ്റൽ കേസുകളുമായി ബന്ധപ്പെടുന്ന സാധാരണക്കാരായ മലയോര മേഖലയാണ്, സാധാരണക്കാരായ ജനങ്ങളാണ് അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി ദിവസേന ഈ തൊഴിലുറപ്പിനൊക്കെ വരുന്നത്. നിരവധി സമരങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. ഒരുപാട് വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിട്ടുമുണ്ട്. പക്ഷേ ഇവർ പറയുമ്പോൾ ഇവരുടെ കണ്ണുനീര് നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പറഞ്ഞ 80 ദിവസത്തെ തൊഴിൽ വേതനം കിട്ടാനുള്ള അമ്മച്ചി പറയുമ്പോൾ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ, ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം മുണ്ടിയാപറമ്പിൽ നിന്നും ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.